അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العلي العظيم സൂറ അൽ മുനാഫിഖൂനിലെ 10-11 ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അതിന്റെ അർത്ഥം നോക്കാം. നാം നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക. നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുകയും എന്നിട്ട് എൻ്റെ നാഥാ, എനിക്ക് അല്പമെങ്കിലും അവധി തരിക, എങ്കിൽ ഞാൻ ദാനം ചെയ്യുകയും സുഹൃതവാന്മാരിൽ ഉൾപ്പെടുകയും ചെയ്യാം എന്ന് വിലപിക്കുകയും ചെയ്യുന്നതിന് മുമ്പ്. എന്നാൽ അള്ളാഹു ഒരാൾക്കും അവന്റെ കർമാവധി ആസന്നമായാൽ അവസരം നീട്ടിക്കൊടുക്കുകയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. മനുഷ്യന്റെ കർമ്മഭൂമിയാണ് ഇഹലോകം, പ്രതിഫലഭൂമി പരലോകവും. കർമ്മഭൂമിയിൽ അനുവദിക്കപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയാൽ പ്രതിഫല സമയത്ത് ഖേദിക്കേണ്ടി വരും. മറ്റൊരവസരത്തിനു വേണ്ടി എത്ര താണുകയാണ് അപേക്ഷിച്ചാലും അള്ളാഹു അത് അനുവദിച്ചു കൊടുക്കുകയില്ല. സമയം പാഴാക്കിയവർ ഖേദം പ്രകടിപ്പിക്കുന്ന 2 അവസരങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് മരണസമയവും മറ്റൊന്ന് ശിക്ഷ അനുഭവിക്കുന്ന സന്ദർഭവും. സമയത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം. ഖുർആനും പ്രവാചകചര്യയും പരിശോധിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാകുന്നതാണ്. പുനരുത്ഥാന നാളിൽ ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന 4 പ്രധാന ചോദ്യങ്ങളിൽ 2 എണ്ണം സമയവുമായി ബന്ധപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്കും പുനരുത്ഥാന നാളിൽ പാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. 1 ആയുഷ്കാലം എന്തിൽ നശിപ്പിച്ചു എന്ന്. 2 യൗവനം എങ്ങനെ വിനിയോഗിച്ചു എന്ന്. 3 ധനം എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും എന്തിന് ചെലവഴിച്ചു എന്നും. 4 അവന്റെ വിജ്ഞാനം എന്തിന് ഉപയോഗപ്പെടുത്തി എന്നും. സൃഷ്ടാവായ അള്ളാഹു ഓരോ മനുഷ്യനും നൽകിയ സമയത്തെ സംബന്ധിച്ച് പൊതുവെയും ചൈതന്യവത്തായ യൗവനകാലത്തെ സംബന്ധിച്ച് പ്രത്യേകമായും ചോദിക്കുമെന്ന് ഈ പ്രവാചകവചനം വ്യക്തമാക്കുന്നു. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ തന്നെ സമയത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതാണ്. ഓരോ മുസ്ലിമും ദിനേന 5 പ്രാവശ്യം നിർവഹിക്കൽ നിർബന്ധമായ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയമായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് എന്നാകുന്നു. അതുപോലെ തന്നെയാണ് ജക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നീ കർമ്മങ്ങളും സമയബന്ധിതം തന്നെ. മനുഷ്യജീവിതത്തിൽ ഏറ്റവും അമൂല്യമാണ് സമയം. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വീണ്ടെടുക്കാൻ സാധ്യമല്ലാത്ത സമ്പത്ത്. മനുഷ്യന്റെ ആയുസ്സാകുന്ന സമയം. ഒരു നിമിഷം കഴിയുമ്പോൾ മനുഷ്യന്റെ ആയുസ്സിൽ നിന്നും അത്രയും കുറയുന്നു. ഒന്നിനും സമയമില്ല എന്ന പതിവ് പല്ലവി നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. സമയം പോകുന്നില്ല എന്നാണ് ചിലരുടെ പരാതി. ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം പോകുന്നില്ല എന്ന പരാതിക്ക് അവകാശമില്ല. സമയം കിട്ടുന്നില്ല എന്ന ആവലാതി കർത്തവ്യ ബാഹുല്യം സംബന്ധിച്ച ഉത്കടമായ ബോധത്തിൽ നിന്നോ സമയനിഷ്ഠയില്ലായ്മയിൽ നിന്നോ ഉണ്ടാകുന്നതാണ്. ഒഴിവു സമയം ഉപയോഗപ്പെടുത്തുന്നതിൽ പലരും വീഴ്ച വരുത്താറുണ്ട്. അത് നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 അനുഗ്രഹങ്ങളിൽ അധികം ആളുകൾക്കും നഷ്ടം സംഭവിച്ചിരിക്കുന്നു. 1 ആരോഗ്യത്തിലും 2 ഒഴിവു സമയത്തിലും. ലക്ഷ്യബോധമുള്ള ഇസ്ലാമിക പ്രവർത്തകർ നിർമ്മാണാത്മകവും പ്രത്യുൽപാദനപരവുമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിൽ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതാണ്.
ദൈവസാമീപ്യം സാധിക്കുവാനുള്ള നിർബന്ധവും സുന്നത്തുമായ ആരാധനാകർമ്മങ്ങൾ, വിജ്ഞാന സമ്പാദനം, പ്രബോധന പ്രവർത്തനങ്ങൾ, അതുപോലെ ജനസേവനം തുടങ്ങി അത്യന്തം വിശാലമാണ് നമ്മുടെ പ്രവർത്തന മേഖല. ബഹുമുഖങ്ങളായ പ്രവർത്തനങ്ങൾക്ക് സമയം ക്രമീകരിക്കുമ്പോൾ ഇസ്ലാമികവും പ്രാസ്ഥാനികവുമായ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതാണ്. സ്വന്തം സമയം നഷ്ടപ്പെടുത്തുന്നത് പോലെ തന്നെ കുറ്റകരമാണ് മറ്റുള്ളവരുടെ സമയം നഷ്ടപ്പെടുത്തുന്നതും. സമയത്തിന്റെ വിലയറിയാത്ത പലരും ദീർഘമായ സന്ദർശനം വഴിയും അനാവശ്യമായ സംസാരം വഴിയും മറ്റുള്ളവരുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാറുണ്ട്. സാഹോദര്യത്തിന്റെ താല്പര്യമായ പരസ്പര സന്ദർശനങ്ങളും ക്ഷേമാന്വേഷണവും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സമയത്തിന്റെ വിലയെയും സന്ദർശനത്തിന്റെ ഔചിത്യത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അനുവാദം ചോദിച്ചും ഇഷ്ടം ആരാഞ്ഞും മാത്രമേ അന്യരുടെ വീടുകളിൽ പ്രവേശിക്കാൻ പാടുള്ളൂവെന്നും അനുവാദം ലഭിച്ചില്ലെങ്കിൽ തിരിച്ചു പോകലാണ് വിശുദ്ധിയുടെ മാർഗമെന്നും അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ സന്ദർശനം കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. പകരം അൺലിമിറ്റഡ് കോളുകളിലൂടെയും ചാറ്റിങ്ങിലൂടെയും മറ്റും നമ്മുടെ സമയം അനാവശ്യമായി പോകുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആയുസ് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.